സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ടെൻഷനിലാണല്ലേ നമ്മുടെ മക്കളൊക്കെ കാര്യം. CPO, LPUP, LDC, LSGS ഈ പരീക്ഷകൾക്കൊക്കെ മലയാളത്തിലെ ഏറ്റവും നിർണായകമായ 10 മാർക്ക് അല്ലേ? എപ്പോഴും നമ്മുടെ മക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ PYQ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? ഈ 10 മാർക്ക് വരുന്നത് അപ്പോൾ ഈ 10 മാർക്ക് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ PYQ മാത്രം പഠിച്ചാൽ മതിയോ? പക്ഷേ നമുക്ക് സ്ട്രോങ് വൊക്കാബുലറി ആണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അതായത് സ്ട്രോങ് വൊക്കാബുലറി എന്ന് പറയുമ്പോഴത്തേക്ക് പര്യായം, വിപരീതം, ഒറ്റപ്പദം ഇതൊക്കെ വരുന്നതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പഠനം കഴിഞ്ഞതിന് ശേഷം PYQ എടുക്കണം. അപ്പോൾ എപ്പോഴും PYQ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ സിലബസിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ നോളജ് ഉണ്ടായിരിക്കണം. അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, PYQ നോക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 25 മിനിറ്റിനുള്ളിൽ ഒരു 50 ചോദ്യങ്ങൾ എങ്ങനെ സെറ്റാക്കാം, എങ്ങനെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മലയാള മാതൃകാ ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ PSC PYQs ആണ്. 2017, 18, 19 കാലഘട്ടങ്ങളിലായി നടന്ന കേരള PSCയുടെ വിവിധ പരീക്ഷകളിലെ 91 മുതൽ 100 വരെ വരുന്ന മലയാള ചോദ്യങ്ങളാണ്. 50 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു 50 ചോദ്യങ്ങളുടെ സെഷൻ ഒന്ന് കണ്ടു കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് 3-4 മാർക്ക്, ചിലപ്പോൾ 5 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒരു പ്രീവിയസ് ചോദ്യം ഞാനൊക്കെ 10-20 വർഷത്തെ ചോദ്യങ്ങൾ എടുത്ത് അനലൈസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കറിയാം പല ചോദ്യങ്ങളും ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതാണ് നമ്മൾ ക്ലാസ്സുകളിൽ, സൈലം PSCയുടെ ക്ലാസ്സുകളിലൊക്കെ ഉറപ്പിച്ച് പറയുന്നതാണ്. ഇത് വരും പഠിച്ചോളൂ എന്ന് പറയാൻ കാരണം റിപ്പീറ്റ് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. അപ്പം നമുക്കിപ്പോൾ 50 ചോദ്യങ്ങൾ 25 മിനിറ്റിൽ സെറ്റാക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്നത് പദമേതാണ്? അപ്പൊ നോക്കൂ, നമുക്കറിയാം LDC പോലുള്ള പരീക്ഷകൾക്കോ CPO പരീക്ഷയ്ക്കോ LSGSനോ ഗ്രാമർ എന്ന് പറയുന്ന, അതായത് വ്യാകരണ വിഭാഗം തന്നിട്ടില്ലെങ്കിലും അടിസ്ഥാന വ്യാകരണം പരീക്ഷയ്ക്ക് മുമ്പായി ഒന്ന് ഓടിച്ചു നോക്കുന്നത് നല്ലതാണ്. കാരണം അതിൽ നിന്നൊരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അടുത്ത കാലങ്ങളായി 2022-23 കാലഘട്ടത്തിൽ കാണുന്നില്ല. ഇത് 17-ലെ 18-ലെ ആണ്. പക്ഷെ ആവർത്തിച്ചുകൂടുന്നില്ല. കാരണം അവരൊരു സിലബസ് തരുന്നത് ജസ്റ്റ് ഒരു ഉദ്യോഗാർത്ഥിക്ക് സിലബസ് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ വ്യാകരണത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദമാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണം അല്ലേ? തദ്ധിതമല്ല. കള്ളം തദ്ധിതമാണോ? പിടിത്തം അല്ല. പിടുത്തം എന്ന് പറയുന്നത് ഒരു ക്രിയാരൂപം മാത്രമാണ്. ഒരു ക്രിയ, പിടിക്കുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്ന ക്രിയാനാമ രൂപമാണെന്ത്? പിടുത്തം. ഒരു നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഒരു പുതിയ നാമം ഉണ്ടായി വരുന്നതിനെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ C ആൻസർ ആക്കാവുന്നതാണ്. ഓപ്ഷൻ C ആണ് ആൻസർ. അതായത് മണ്ടത്തം, വിഡ്ഢിത്തം, കാട്ടാളത്തരം, ജന്മിത്തം, മുതലാളിത്തം, അടിമത്തം ഒക്കെ എന്ത് തന്നെയാണ്? തദ്ധിതത്തിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നതാണ്. ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ട് ഈ ചിഹ്നത്തിന്റെ പേരെന്താണ് എന്ന് ചോദിക്കും അല്ലെ? ഈ ചിഹ്നത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ വിക്ഷേപിണിയാണോ? വിക്ഷേപിണി നമ്മൾ ഇടുന്നത് ഇങ്ങനെയല്ലേ? വിശ്ലേഷണമാണോ? അല്ല. ഇതാണ് വിശ്ലേഷണം എന്ന് പറയുന്നത്. ഓർ ചിഹ്നമില്ലേ? കാകു എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ പിന്നെ ഭിത്തിക, ഇതിന് പറയുന്ന പേരെന്താണ്? ഭിത്തികയാണ്. അപ്പൊ ഭിത്തികയാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഭിത്തിക. ഭിത്തിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിത്തിക നമ്മുടെ കോളനില്ലേ? നമ്മളിപ്പോ ഉദാഹരണത്തിന് അമ്മ, മകനെ ഇവിടെ വരൂ, മകൻ, അമ്മേ വരില്ല ഞാൻ, ഇങ്ങനെയൊക്കെ നാടകത്തിലെ ഡയലോഗൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കോളൻ കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്? ഒരാളിന്റെ സംഭാഷണമൊക്കെ എഴുതാനായിട്ട് കോളൻ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കോളൻ എന്നതിന് സമാനമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന പേരാണ് ഭിത്തിക. ഇനി വികലമല്ലാത്ത പ്രയോഗം. വികലമല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിലബസിൽ എന്ത് തന്നെയാണ്? പദശുദ്ധി തന്നെയാണ് വികലമല്ലാത്ത പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കാം. സമകാലൻ, സമകാലികൻ, സമകാലീനൻ, സമാനകാലീനൻ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്?
ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെയാണ് സമകാലികൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അല്ലേ. അതായത് ഇപ്പൊ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ സമകാലികരാണ്. അതായത് ആധുനിക കവിത്രയത്തിലെ ആശാനും ഉള്ളൂരും വള്ളത്തോളും സമകാലികനാണ് എന്ന് നമുക്ക് പറയാം. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾ, ഒറ്റപ്പദം. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ജീവിച്ചിരിക്കുന്ന ആൾ. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളിനെയാണ് സമകാലികൻ എന്ന് പറയുന്നത്. ഇനി നോക്കാം കോടിമുണ്ട്. ഇതിൽ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. അടിവരയിട്ട പദം കോടിമുണ്ട്. കോടി എന്നതാണ്. 1 കോടി രൂപ സമാഹരിച്ചു എന്ന് പറയുന്നിടത്ത് ക്രോർ എന്ന അർത്ഥം അല്ലേ. ഡിജിറ്റായിട്ട് കോടിയെ നമുക്ക് കണക്കാക്കാം. പക്ഷേ അതേപോലെ കോടിമുണ്ട് എന്ന് പറയുന്നിടത്ത് പുതിയത് എന്ന ഒരർത്ഥത്തിലേക്ക് നമ്മൾ പോവും. ഓക്കെ അല്ലേ. കോടി വസ്ത്രം, ഓണക്കോടി അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. പെരുന്നാൾ കോടി, ഓണക്കോടി എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് കോടി കൂടി ഇരുന്നോട്ടെ, അപ്പം മതസൗഹാർദ്ദമാവും. അങ്ങനെ കോടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുതിയത്, കോടി പുതപ്പിക്കുക, പുതിയ മുണ്ട് എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ. 95-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേതാണ്? അവസാനിക്കുക, തുടങ്ങുക, കൂലി കൊടുക്കുക, പണത്തിന് പാടുക. അവസാനിക്കുക ഓർ ദ എൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ധനാശി പാടുക എന്ന പദം ഉപയോഗിക്കുന്നത്. ദ എൻഡ് എന്നാൽ അവസാനിപ്പിക്കുക. ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ശൈലിയാണ് ഭരതവാക്യം ചൊല്ലുക. എന്താണ്? ഭരതവാക്യം ചൊല്ലുക. ഭരതവാക്യം ചൊല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ദ എൻഡ് എന്നാണ്. നാടകത്തിലെ അവസാന ചടങ്ങ് ഭരതവാക്യമാകുമ്പോൾ കഥകളിയുടെ അവസാന ചടങ്ങ് ധനാശി പാടുക എന്നതാണ്. അപ്പൊ ധനാശി പാടുക എന്നാൽ അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ. കഥകളിയുടെ അവസാന ചടങ്ങാണ് ധനാശി പാടൽ. ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആരാണ് എന്നുള്ളതാണ് ഫസ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് സെഷൻ എടുത്തതിൽ 96-ാമത്തെ ചോദ്യമാണ്. ഉമ്മാച്ചുവിലെ കഥാപാത്രം മായൻ, കോരൻ, വിശ്വം, ചുടലമുത്തു. ഇവിടെ മായനാണ് അല്ലെ. മായൻ, അതുപോലെ ബീരാൻ. മായനും ബീരാനും ഉമ്മാച്ചുമാണ്. ആരുടെ? ഉറൂബിൻ്റെ ആദ്യ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്ന നോവൽ കൂടിയാണ് ഉമ്മാച്ചു. കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായി നോവൽ വിഭാഗത്തിന് ഒരു അവാർഡ് ലഭിക്കുന്നു ഉറൂബിൻ്റെ ഉമ്മാച്ചുവിന്. ഓക്കെ അല്ലേ. അന്ന് ഇതുപോലെ കേരള സാഹിത്യ അക്കാദമി വിവിധ സാഹിത്യ ശാഖകൾക്ക് കഥ, കവിത, നിരൂപണം, വൈജ്ഞാനിക സാഹിത്യം, യാത്രാ വിവരണം അങ്ങനെയൊന്നും കൊടുക്കില്ല. ഒരൊറ്റ കൃതിക്ക്. അങ്ങനെ ഉറൂബിൻ്റെ ഉമ്മാച്ചുവിനാണ് ആദ്യമായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. ഒരു ത്രികോണ പ്രണയ കഥ, മായൻ്റെയും ബീരാൻ്റെയും ഉമ്മാച്ചുവിൻ്റെയും ത്രികോണ പ്രണയ കഥയെക്കുറിച്ച് പറയുന്ന നോവലാണ് ഉമ്മാച്ചു. ഓക്കെ. അതിലെ കഥാപാത്രം മായനും ബീരാനും ഉമ്മാച്ചുവും. 97 ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ്? അപ്പൊ ആശാ മേനോൻ എന്നറിയപ്പെടുന്നത് CV ശ്രീരാമൻ, K ശ്രീകുമാർ, UK കുമാരൻ, P ശ്രീധരൻ പിള്ള. K ശ്രീകുമാരനെയാണ് അഥവാ K ശ്രീകുമാർ അല്ലെ, K ശ്രീകുമാറിനെയാണ് ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. പെട്ടെന്ന് സാഹിത്യ ലോകത്തേക്കൊക്കെ വരുന്ന ഒരാൾ പെട്ടെന്ന് വിചാരിക്കും ഏതോ ലേഡി ആയിരിക്കും എന്നല്ലേ ആശാ മേനോൻ. പക്ഷെ K ശ്രീകുമാറിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. CV ശ്രീരാമനും UK കുമാരനും ഒക്കെ പ്രശസ്ത എഴുത്തുകാരാണ്. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി രാജപാത, കനകാക്ഷരം, ആഗ്നേയാസ്ത്രം, ജൈത്രയാത്ര. രാജപാത എന്ന കവിതാ സമാഹാരത്തിനാണ് ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഈ കനകാക്ഷരവും ആഗ്നേയാസ്ത്രവും ജൈത്രയാത്രയും ഒക്കെ ചെമ്മനം ചാക്കോയുടെ തന്നെ കൃതികളാണ്. പക്ഷേ ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് രാജപാതയ്ക്കാണ്. ഓക്കെ അല്ലേ. ഫസ്റ്റ് സെഷനിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാളം ശൈലി കണ്ടെത്തുക.
നനഞ്ഞയിടം കുഴിക്കുക, കൈ കഴുകുക, വിഴുപ്പലക്കുക, കുളിക്കാതെ ഈറൻ ചുമക്കുക. നമുക്ക് നോക്കാം. വാഷ് ഡേർട്ടി ഇൻ പബ്ലിക്, മലർന്നു കിടന്ന് തുപ്പുക എന്നൊരു ശൈലിയുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് വിഴുപ്പലക്കുക. നമ്മളെ വീട്ടിലെ കാര്യം നമ്മൾ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മൾ നാണം കെടും അല്ലേ അവസാനം. അതിനെയാണ് നമ്മൾ വാഷ് ഡേർട്ടി ഇൻ പബ്ലിക്. ഇപ്പോൾ പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ സ്വന്തം പാർട്ടിക്കാരെ കുറിച്ച് പാർട്ടിക്കാർ തന്നെ എന്തെങ്കിലും മോശം പറയുമ്പോൾ പറയും ഇറ്റ്സ് വാഷ് ഡേർട്ട് ഇൻ പബ്ലിക്, അതായത് വിഴുപ്പലക്കലാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയും അല്ലേ? യെസ്. ഇനി 100ാമത്തെ ചോദ്യം, ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം, അതായത് മലയാള പരിഭാഷ. ലോകസത്യം, അപ്രിയ സത്യം, നഗ്ന സത്യം, ദുഃഖസത്യം. അപ്പം ലോകസത്യമാണോ, അപ്രിയ സത്യമാണോ, നഗ്ന സത്യമാണോ, ദുഃഖസത്യമാണോ എന്ന് നോക്കാം. അപ്രിയ സത്യത്തെയാണ് ഹോം ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്രിയ സത്യമാണ് ഹോം ട്രൂത്ത്. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏതാണ്? അപ്രിയ സത്യം. അതേസമയം നേക്ഡ് ട്രൂത്ത് എന്ന വിഭാഗത്തിൽ വരുമ്പോൾ നേക്ഡ് ട്രൂത്ത് ആണെങ്കിൽ എന്തു വരും? നഗ്ന സത്യം. നേക്ഡ് ട്രൂത്തോ നഗ്ന സത്യം. നേക്ഡ് ട്രൂത്തോ നഗ്ന സത്യം. അപ്രിയ സത്യമാണെങ്കിൽ എന്തു വരും? ഹോം ട്രൂത്ത്. നേക്ഡ് ട്രൂത്ത് അപ്രിയ സത്യം അല്ല, നേക്ഡ് ട്രൂത്ത് നഗ്ന സത്യമാണ്. ഹോം ട്രൂത്ത് ആണെങ്കിൽ ഏത് വരും? അപ്രിയ സത്യം വരും. ഇനി അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷനിലെ 10 ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഇത് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഈ ഒരു എക്സാം നിങ്ങൾ എഴുതിയിരുന്നെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും? നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളുടെ ഭയങ്കര ഒരു വിഷമമൊക്കെയാണ് മലയാളത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ തരുന്ന നോട്ട്സുകളും നമ്മുടെ ക്ലാസ്സിൽ സൈലം PSCയിലുള്ള കുട്ടികൾക്കറിയാം. ഇല്ലാത്തവർക്ക് ടെലഗ്രാം ചാനലിലൂടെയൊക്കെ അത്യാവശ്യം PDF ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലാസ്സിൽ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നോട്ട്സൊക്കെ തന്നു പോകുന്നുണ്ട്. ഇനി മെയിനായിട്ടുള്ളത് കൂളാവുക എന്നുള്ളതാണ് അല്ലേ? 3-4 മാസങ്ങൾക്കപ്പുറം നമ്മളൊരു പരീക്ഷയെ സമീപിക്കാൻ പോകുന്നവരാണ്. ഈ ഒരു 10 ചോദ്യം ചെയ്തപ്പോൾ തന്നെ കുറച്ച് കോൺഫിഡൻസ് ലെവൽ വന്നില്ലേ? കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടിയില്ലേ? വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ലല്ലോ. അപ്പം ഇപ്പം തന്നെ ഈ 10ൽ ചിലപ്പം 10ഉം സ്കോർ ചെയ്തവരുണ്ടാവും. പക്ഷെ ഓവർ കോൺഫിഡൻസ് വേണ്ട. ഇത്രയും എളുപ്പമാക്കിയൊന്നും ചിലപ്പോൾ പരീക്ഷയ്ക്ക് തരൂല. 9, 8, 7, 6 ഇനി 5, 4 ആണ് നിങ്ങളുടെ റേഞ്ചെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ PYQs നോക്കി നമ്മുടെ സിലബസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് മലയാളം. മലയാളം ആരെയും ഇതുവരെയും ചതിച്ചിട്ടൊന്നുമില്ല. മലയാളത്തിൽ അത്യാവശ്യം മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത സെഷനിലേക്ക് പോകുന്നു. 91ാമത്തെ ചോദ്യം, മനുഷ്യനെ ഇവിടെയുള്ള വിഭക്തി ഏതാണ് എന്നുള്ളതാണ്. സംയോജിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓടാണ്. ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇക്ക്, ഇന്, ഉമ്മാണ് വരുന്നത്. പ്രതിഗ്രാഹിക ഏയും ആധാരിക ഇല്ലും കല്ലുമാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രതിഗ്രാഹിക എ ആണ്. അപ്പം മനുഷ്യൻ അധികം എ ആണ് അല്ലേ? മനുഷ്യൻ അധികം എ ആണ് നമ്മൾ എടുക്കുമ്പോൾ മനുഷ്യനെ എന്ന് വരുന്നത് പ്രതിഗ്രാഹിക എ. അപ്പം മനുഷ്യനെ ഇവിടെ ഏതാ വരുന്നത്? ആൻസർ പ്രതിഗ്രാഹികയാണ് എ വരുന്നതുകൊണ്ട്. കണ്ണീർ സന്ധി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൺ അധികം നീർ എന്നാണ് പിരിക്കുന്നത്. ഈ എന്ന ചില്ലിനകത്തുള്ള ണ് ഉണ്ട് ഇവിടെ അല്ലേ? ഇനി ന് അങ്ങ് പോയിട്ട് ഇവിടെ ഒരു ണ് വരും. ന് പോയി ണ് വരും. അപ്പം ഇവിടെ ഉള്ള എന്ന ചില്ലിനകത്തുള്ള നായും ഈ ന് പോയി നാ വരുന്നുണ്ടല്ലോ, ആ നായും കൂടെ ചേരുമ്പോൾ കണ്ണീർ എന്നാവും. അതായത് ആദേശസന്ധി. ഒരു വർണ്ണം പോയി പകരം മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതിനെ ആദേശസന്ധി എന്ന് പറയും. കണ്ണീര, എണ്ണൂറ, വിണ്ടലം, ഇതൊക്കെ എന്തിനുദാഹരണമാണ്? കണ്ടു തുടങ്ങിയവയൊക്കെ ആദേശസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ലോപവും ദുത്വവും ആഗമോ അല്ല. 2ാമത്തെ സെഷനിലെ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ശരിയായ പ്രയോഗം ഏതാണ്? അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, അസന്നിഗ്ധം. ഇവിടെ ഓക്കെയാണ്, കറക്റ്റാണ്. ഇതും തെറ്റ. ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ബി ആണ്. ആ സ നന്ദിയുടെ ഇന്ന ഗായിട്ട് ചന്ദ്രകല ദീർഘ. അപ്പോൾ ആ ഗായും ദായും കൂടെ ചേർത്ത് ഒന്ന് കൺഫ്യൂസ്ഡ് ആയെന്നേ ഉള്ളൂ.
അടുത്ത് ധ, അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക. അസന്നിഗ്ധം എന്ന പദത്തിന്റെ അർത്ഥം സംശയമൊന്നും ഇല്ലാതെ. ശരിയായ പദം ഏതാണ്? അന്തഛിദ്രം. നോക്കാം, തെറ്റാണ്, 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 ഇതാണ് ശരി. ഇത് ചിലർ അന്തഛിദ്രം ഇങ്ങനെ അച്ഛൻ്റെ ഇച്ഛയായിട്ട് എഴുതും, പക്ഷെ അത് അസാധുവാണ്, അത് ശരിയല്ല. ഇങ്ങനെയും എഴുതാം, അന്ത ഷായിട്ട് ചന്ദ്രകല, അച്ഛൻ്റെ രണ്ടാമത്തെ ഛ, അന്തഛിദ്രം. കണ്ടില്ലേ, അന്തഛിദ്രം. ഓക്കെ അല്ലേ? ഇനി 95 വരുന്നു. കാചം ശരിയായ അർത്ഥം ഏതാണ്? കാചം. കാചം ഇതിലെ ശരിയായ അർത്ഥം എന്താണെന്ന് നോക്കാം നമുക്ക്. ഗുഹ, കണ്ണാടി. വീണ്ടും ഗുഹ തന്നെ കൊടുത്തിരിക്കുന്നു. കുട. എന്തായാലും ഇത് മാറ്റാൻ പോകുന്നില്ല, PSC ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ. കാചം എന്നാൽ കണ്ണാടിയാണ് അല്ലേ? അപ്പൊ ഒന്ന് ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്. കച്ചം എന്താണ്? തലമുടിയാണ്. കച്ചം തലമുടിയും, കാച്ചം എന്താണ്? കാച്ചം കണ്ണാടിയും ആണ്. അപ്പൊ കണ്ണാടി, കാച്ചം. അപ്പൊ കച്ചം ചീകുന്നതിനായി കാച്ചം നോക്കും എന്ന് പറഞ്ഞാൽ മതി. മുടി ചീകുമ്പോൾ കണ്ണാടി നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. മഞ്ഞ് എന്ന നോവലിൽ ഒരു കഥാപാത്രത്തിന്റെ വാക്കുകളാണിത്. ആരുടെ വാക്കുകൾ? സർദാർജി വിമല ടീച്ചറിനോട് പറയുന്ന വാക്കുകളാണ്. ഉറൂബ് ആരുടെ തൂലികാ നാമമാണ്? ഉറൂബ്. ഉറൂബ് നമുക്കറിയാം, PC കുട്ടിക്കൃഷ്ണനാണ് ഉമ്മാച്ചു എന്ന പ്രശസ്ത. മാലി വി മാധവൻ നായരെ മാലി എന്നറിയപ്പെടും അല്ലെ. MK ഗോപിനാഥൻ നായർ, സഞ്ജയനല്ല, MK ഗോപിനാഥൻ നായർ, MR നായർ, സഞ്ജയൻ. വൈശാഖൻ കിട്ടിപ്പോയി. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK ഗോപിനാഥൻ നായർ. അപ്പോൾ PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ. ഉറൂബ എന്ന പദത്തിന്റെ അർത്ഥം യൗവനം നശിക്കാത്തവൻ എന്നാണ്. ഒരിക്കലും യൗവനം നശിക്കാത്തവൻ, അങ്ങനെ ആണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഉറൂബിൻ്റെ അർത്ഥം. PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ, വി മാധവൻ നായർ മാലി, MK ഗോപിനാഥൻ നായർ വൈശാഖൻ, MR നായർ സഞ്ജയൻ. 2015 വയലാർ അവാർഡ് നേടിയത് ആരെന്നുള്ളതാണ്. ആൻസർ സുഭാഷ് ചന്ദ്രനാണ്. അവാർഡ് മനുഷ്യനൊരാമുഖം. മനുഷ്യനൊരാമുഖം എന്ന നോവലിന് 2015 സുഭാഷ് ചന്ദ്രന് വയലാർ അവാർഡ് കിട്ടി. ഇനി വിവർത്തനം ചെയ്യുകയാണ്. നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല. ഇംഗ്ലീഷ് ടു മലയാളമാണ്. ഹെവി പേഴ്സ് ഗിവ്സ് ടു എ ലൈറ്റ് ഹാർട്ട്. തെറ്റാണ്. എ ഫുൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ്. ആൻ എംപ്റ്റി പേഴ്സ് frightens away friends. Wealth makes many friends. Poverty drives them all away. A full purse never lack friends. അല്ലെ, നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല. നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കൂ, ഒരേ ചോദ്യത്തിൽ തന്നെ പരിഭാഷാ വിഭാഗത്തിൽ നിന്ന് 2 ചോദ്യം. ശൈലിയായിട്ടൊന്നും ഇതിൽ ചോദിച്ചിട്ടുമില്ല. ഫ്രണ്ട്ഷിപ്പ് മൾട്ടിപ്ലൈ ജോയ്സ് ആൻഡ് ഡിവൈഡ് ഗ്രീഫ്സ്. The road to a friend house is never long. A mercy companion on the road is a good as snack. A good friend shortens the longest road. Yes, a good friend shortens the longest road. നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും. അങ്ങനെ നമ്മൾ 2 സെറ്റ് ക്വസ്റ്റ്യൻ ആണ് കവർ ചെയ്തിരിക്കുന്നത്. 2 സെറ്റ് കൂടിയുണ്ട്. പെട്ടെന്ന് നോക്കാം നമുക്ക്. മേയനാമത്തിന് ഉദാഹരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ മേയനാമത്തിന് ഉദാഹരണം ഏതാണ് എന്ന് നോക്കാം. മണ്ണെണ്ണ, വെള്ളം, നെയ്യ്, വെണ്ണ. ഈ വെണ്ണ എന്ന് പറയുന്നത് പാലുൽപ്പന്നത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നെയ്യ് എന്ന് പറയുന്നതും അത് തന്നെയാണ് അല്ലേ, പാലുൽപ്പന്നത്തിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന എണ്ണയെ മണ്ണെണ്ണ എന്നും പറയും. പക്ഷേ പ്രകൃതിദത്തമായി നമുക്ക് ലഭിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസത്തെയാണ് മേയനാമം എന്ന് പറയുന്നത്. മണ്ണ്, ജലം, ഭൂമി, വായു അല്ലേ, വെള്ളം ഒക്കെ എന്താണ്? മേയനാമത്തിന് ഉദാഹരണമാണ്. പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ്? പ്രിയജനങ്ങളുടെ വിരഹമാണ്. അപ്പോൾ കൂട്ടുകാരിയുടെ മരണം, കൂട്ടുകാരിയുടെ വിരഹം, ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പല രീതിയിൽ പലതിലും കൊടുത്തിട്ടുണ്ട്. പ്രിയജനത്തിൻ്റെ വിരഹമൊന്നും പ്രിയജനത്താലുള്ള വിരഹമൊന്നും ഒക്കെ പറയും. പക്ഷെ പ്രിയജനങ്ങളുടെ വിരഹമാണ് അല്ലേ, കൂട്ടുകാരുടെ അകൽച്ച അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ പ്രിയജനങ്ങളുടെ വിരഹം. ഓപ്ഷൻ D ആണ് നമുക്ക് ആൻസർ ആക്കാൻ ഏറ്റവും ആപ്റ്റ്. 93 ശരിയായ പ്രയോഗം കണ്ടെത്താനാണ്. പശ്ചാത്താപം. നോക്കാം, പശ്ചാത്താപം ഇത് തന്നെയാണ് ശരി.
ഷോ ഇട്ട് ചായിട്ട് ഓക്കെ. പശ്ചാത്താപം ഇങ്ങനെയാണ് എടുക്കുന്നത്, പശ്ചാത്താപം. ഓക്കെ. ഇനി ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തുക. മദ്യം തൊട്ടാൽ രുചിക്കുക ചെയ്യരുത്. മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. മദ്യം തൊട്ട് രുചിക്കുക ചെയ്യരുത്. മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത്. മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. ഇതിനെ നമ്മൾ സമുച്ചയ വികൽപദോഷം, സമുച്ചയ വികൽപ ദോഷം എന്നാണ് പറയുന്നത്. സമുച്ചയ വികൽപ ദോഷം എന്ന വാക്യശുദ്ധി ദോഷമാണ് ഇവിടെ. അതായത് വന്നാൽ തന്നെയായിരിക്കണം, ഓ വന്നാൽ ഓ തന്നെയായിരിക്കണം. ആദ്യത്തേതിൽ കൊണ്ട് എന്ന് വന്നാൽ അതിലും രണ്ടാമത്തെയും കൊണ്ട് തന്നെയായിരിക്കണം. ആലാണെങ്കിൽ ആലായിരിക്കണം. മനസ്സിലായോ? ഇപ്പോൾ മതത്താലും ശാസ്ത്രത്താലും പല പുരോഗതിയുണ്ട്, അധോഗതിയുണ്ട്, അല്ലെ ഗുണദോഷങ്ങളുണ്ടെന്ന് പറയാം. മതം കൊണ്ടും ശാസ്ത്രത്താലും ഗുണദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ ഒന്നുകിൽ ആല് അല്ലെങ്കിൽ കൊണ്ട്. വന്നാൽ അല്ലെ, കയ്യോ തലയോ പുറത്തിടരുത്, കയ്യും തലയും പുറത്തിടരുത്, കയ്യും തലയോ പുറത്തിടരുത് എന്ന് പറഞ്ഞാൽ തെറ്റ്. വന്നാൽ ആയിരിക്കണം, ഓ വന്നാൽ ഓ ആയിരിക്കണം. ഒരു വാക്യത്തിനകത്ത് സമുച്ചയ വികല്പം ഒന്ന് തന്നെ ആയിരിക്കണം. അമ്മയുടെ പര്യായം അല്ലാത്തത്. ജനയിത്രി അമ്മയാണ്, ജനനി അമ്മയാണ്, ജനിത്രി അമ്മയാണ്, ജനയിതാവ് അച്ഛനാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. MD വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ മുഖ്യ കഥാപാത്രം നമുക്കറിയാം, ഭീമനാണ്. ഭീമസേനന്റെ ദുഃഖമാണ് രണ്ടാമൂഴം. അഗെയിൻ ഒരു വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കേരള പാണിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. കേരള പാണിനീയമൊക്കെ രചിച്ച AR രാജരാജ വർമ്മയാണ്. സിമ്പിൾ തന്നെയാണ് ചോദ്യം, ആവർത്തിച്ചു വരുന്ന ചോദ്യവുമാണ്. 2015 വയലാർ അവാർഡ് ആർക്ക് ലഭിച്ചു എന്നുള്ളത് ഇടയ്ക്ക് ചോദിച്ചിരുന്നു. അതെ, മനുഷ്യനൊരാമുഖം സുഭാഷ് ചന്ദ്രന്റെ തന്നെ. അതിൽ നമുക്ക് ആടുജീവിതം ബെന്യാമിനാണ്. ഐസിൻ്റെ പുസ്തകം എനിക്ക് തോന്നുന്നു TD രാമകൃഷ്ണനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. C രാധാകൃഷ്ണനാണോ TD രാമകൃഷ്ണനാണോ എന്നുള്ളത് കൺഫേം ചെയ്ത് പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം. കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം ഇന്ദുഗോപൻ്റെയാണ്. ഇന്ദുഗോപനല്ല, ഇന്ദുമേനോൻ്റെ ഒരു കാണാതായൊരു കപ്പലിനെ കുറിച്ചൊക്കെയുള്ള ഒരു മനോഹരമായൊരു നോവലാണ് ഇന്ദുമേനോൻ്റെ കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം. അപ്പോൾ ഐസിൻ്റെ പുസ്തകം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ അടിയിൽ ബ്ലാങ്ക് ആണല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് ഒരു 20, 25 അല്ലെ 30 മിനിറ്റ് വീഡിയോ ഒക്കെ എടുത്തിടുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ വന്നിട്ട് ചുമ്മാ ലൈക്ക് മാത്രം അല്ല, കമൻറ്റുകൾ വരട്ടെ. ഐസിൻ്റെ പുസ്തകം, ആടുജീവിതം ഞാൻ തന്നു ബെന്യാമിൻ, മനുഷ്യനൊരാമുഖം ഞാൻ തന്നു സുഭാഷ് ചന്ദ്രൻ, 2015 വയലാർ അവാർഡ് കിട്ടിയത്. കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം ഞാൻ തന്നു ഇന്ദുമേനോനെന്ന്. ഐസിൻ്റെ പുസ്തകം നിങ്ങൾക്ക് വിടുന്നു. കമൻറ്റ്. യെസ്, നോ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വേണ്ട, കമൻറ്റ് തന്നെ കറക്റ്റ് ആൻസർ വേണം. ഇനി ശരിയായ വിവർത്തനം എഴുതുക. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. നമുക്കറിയാം, കുരയ്ക്കും പട്ടി കടിക്കും, കുരയ്ക്കും പട്ടി ചിലപ്പോൾ കടിക്കും, കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരയ്ക്കും പട്ടി ഒരു നാളും കടിക്കില്ല, കുരയ്ക്കും പട്ടി കടിക്കില്ല. നമ്മളെപ്പോഴും കേൾക്കുന്നതല്ലേ. അടുത്ത് നോക്കൂ. അപ്പം PSCയുടെ LDC പരീക്ഷയിൽ രണ്ടും LDC ആണ്. LDCയിൽ ആവർത്തിച്ചു വന്നതാണ് ലാസ്റ്റ് 99, 100. നമ്മുടെ വെരി വെരി പ്രഷ്യസ് 2 മാർക്ക് പരിഭാഷയിൽ. ഇതിനൊക്കെ അർത്ഥം നമ്മൾ പരിഭാഷ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പക്ഷെ റിപ്പീറ്റ് അടിച്ച് തന്നെയാണ് വരുന്നത്, എളുപ്പമുള്ളത് തന്നെയാണ് വരുന്നത്. ആസ് യു സോ, സോ ഷാൾ യു റീപ്പ്. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതല്ലേ ആസ് യു സോ, സോ യു റീപ്പ് എന്ന്. സോ ഷാൾ യു റീപ്പും പറയാം. നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഫലം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വിതച്ചതേ കൊയ്യാവൂ, എപ്പോഴും കേൾക്കുന്നതന്നെ. ഇത് തന്നെ ഒരു 10 പരീക്ഷയ്ക്കെങ്കിലും വന്നിട്ടുണ്ടാവും. ഇനിയുണ്ട് ആസ് യു സോ, സോ യു സ്പ്രൗട്ട്. ആസ് യു സോ, സോ യു സ്പ്രൗട്ട്. ഇതിൻ്റെ അർത്ഥം വിത്ത് ഗുണം 10 ഗുണം. എന്താണ്? വിത്ത് ഗുണം 10 ഗുണം. നമ്മുടെ അടിസ്ഥാന സ്വഭാവം എങ്ങനെ തന്നെയായിരിക്കും, അതായിരിക്കും നമ്മുടെ പ്രവൃത്തിയിലും വരുന്നത് എന്നുള്ള അർത്ഥത്തിൽ വിത്ത് ഗുണം 10 ഗുണം. ഗൃഹസ്ഥൻ എന്ന, അപ്പം നമ്മളിനി അടുത്ത നോക്കട്ടെ, ഇത് ലാസ്റ്റാണോ? അല്ല, നമ്മൾ 4ാമത്തെ സെക്ഷനിലേക്ക് പോകുന്നു. പെട്ടെന്ന് തീർക്കാം. ഗൃഹസ്ഥൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഗൃഹിണി, അതായത് ഭാര്യ എന്ന അർത്ഥത്തിൽ.
അടുത്ത പ്രസൻസ് ഓഫ് മൈൻഡ്, മനസ്സാന്നിധ്യം. പ്രസൻസ് ഓഫ് മൈൻഡ്, മനസ്സാന്നിധ്യം. നമ്മൾ ഏതൊരു സാഹചര്യം നേരിടുമ്പോൾ കാണിക്കുന്ന ഒരു കഴിവില്ലേ, മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്, മനസ്സാന്നിധ്യം. കിട്ടിയത് കൊണ്ട് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ, ഇങ്ങോട്ട് കിടക്കൊണ്ടേ, വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലി. ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവലിലെ പ്രശസ്തമായൊരു രംഗമെടുത്ത് പറഞ്ഞിരിക്കുന്ന ശൈലിയാണ് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇന്ദുലേഖയെ കിട്ടിയില്ലെങ്കിൽ ദാസിയെ കല്യാണം കഴിച്ചാലും മതി എന്ന് പറയുന്ന സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ ആറ്റിറ്റ്യൂഡ്. ശഷ്പം എന്ന പദത്തിൻ്റെ അർത്ഥം ഇളം പുല്ല് എന്നാണ്. ഓക്കെ അല്ലേ? അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താണ്? അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താണ്? അതിയന്തമാണോ, അത്യന്തമാണോ, അത് അന്തമാണോ, അതിയന്തമാണോ? അതിയന്തമല്ലേ, അത്യന്തം. ശരിയായ പദം ഏതാണ്? വിദ്വാൻ എന്നതിൻ്റെ എതിർലിംഗമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിദുഷി എന്നാണ് വേണ്ടത്. കണ്ടില്ലേ, വിദുഷി. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ PSC അങ്ങ് ക്യാൻസൽ ചെയ്യും. പക്ഷെ നമുക്കങ്ങ് പഠിച്ചു വയ്ക്കാം. വിദ്വാനാണേൽ വിദുഷി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സഹജം എന്ന പദത്തിൻ്റെ വിപരീതം. സഹജം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹജവാസനയില്ലേ, നമുക്ക് ഏതൊരു പ്രശ്നത്തെയും കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത് സഹജവാസനയാണ്. നമുക്ക് ഇൻബോണായിട്ട് കിട്ടുന്ന കാര്യത്തിനാണ് സഹജം. അപ്പം അതിൻ്റെ നേരെ വിപരീതം ആർജിതമാണ്. ആർജിതം. കണ്ണ് കാണാത്തവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം. വെരി സിമ്പിൾ, ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. അന്ധൻ അല്ലേ? ബധിരൻ എന്താണ്? ചെവി കേട്ടുകൂടാത്തത്. മൂകൻ എന്താണ്? മൂകൻ, ഒന്നും സംസാരിക്കാത്തത്. ഊമ അല്ലേ? വിധുരൻ ആരാണ്? വിധുരൻ എന്ന് വെച്ചാൽ ഭാര്യ മരിച്ചുപോയ ആള്. ഭാര്യ മരിച്ച ഭർത്താവ്. അപ്പോൾ ഭാര്യ മരിച്ചുപോയ ഭർത്താവിനെയാണ് വിധുരൻ, അതായത് വിധവയുടെ എതിർലിംഗം. വിധവ എന്നതിൻ്റെ എതിർലിംഗമാണ് വിധുരൻ. ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. പലപ്പോഴും നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടുന്നത് വാക്യശുദ്ധിയിലാണ്. എന്നാലും 9 മാർക്ക് എന്ന് പറഞ്ഞാൽ റാങ്കാണ് മക്കളെ. നമ്മൾ റാങ്കിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനയാണ് മലയാളത്തിൽ ഒരു 9 മാർക്കൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ. അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക. ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിന് തീറ്റിപ്പോറ്റുക. ജനസംഖ്യ എന്ന് പറയുന്നൊരു ടേം അല്ലേ, അതിനെ എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത്? ജനത്തിനെയല്ലേ തീറ്റിപ്പോറ്റേണ്ടത്. ബാക്കിയെല്ലാം തെറ്റ്. ഈ വാക്യശുദ്ധിയൊക്കെ കിട്ടുമ്പോൾ അവരെന്ത് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെന്ന് ആദ്യം ഒന്ന് അടിവരയിടുക. ചിലപ്പോൾ തെറ്റായതായിരിക്കും. നമ്മൾ ഒരു പെട്ടെന്ന് ഓവർ കോൺഫിഡൻസിൽ ചാടിക്കയറി ബബിളുകയും ചെയ്യും. അപ്പോൾ ശരിയായത് കണ്ടുപിടിക്കാനാണോ തെറ്റ് കണ്ടുപിടിക്കാനാണോ എന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടേ ആൻസറിലേക്ക് പോകാം. കടങ്കഥ ഇപ്പോൾ ഇല്ല, 2017 ചോദ്യമാണ്. കിലും വെള്ളയപ്പത്തിന് ഇരുമ്പ് ചട്ടി, വെള്ളത്തിലാര് കമഴ്ത്തിയിട്ടു, താന്നു പോകില്ലേ ഇരുമ്പ് ചട്ടി, കാണാം അതിലോ വെളുത്ത ചുട്ടി. ആമയാണ് ഈ പറയുന്നത്. നമുക്ക് വേണ്ട. കടങ്കഥ സിലബസ് ഇന്ന് 2018 കൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ലാസ്റ്റ് സെഷനിലേക്ക് പോകുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യനോട് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തഥ്യത്തിന് ഉദാഹരണം കണ്ടില്ലേ? അടിമത്തം. ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? വിണ്ടലം. നേരത്തെ അതേ ഓർഡറിൽ വരുന്നത് കണ്ടോ? ഒരേ സെഷൻ ഓഫ് പരീക്ഷയാണ്, അതേ ഓർഡറിൽ വന്നത് കണ്ടോ? അടിമത്തം, വിണ്ടലം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. നോക്കൂ, എന്തൊരാവർത്തനം. അസന്നിഗ്ധം ചോദിച്ചു, സന്നിഗ്ധം. നോക്കൂ, തലമുടിക്ക് പര്യായം അല്ലേ? കാച്ചം കച്ചം നമ്മൾ പറഞ്ഞതുപോലെ വാണി എന്ന് പറഞ്ഞ വാക്ക് പര്യായം അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വേണിയും ചിഗുരവും കേശവും ഒക്കെ എന്ത് തന്നെയാണ്? തലമുടിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം ഏതാണ്? നാട്ടിൻപുറങ്ങൾ പഴയകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പണ്ടുകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പഴയകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പണ്ടുകാലത്ത് നന്മകൾ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പണ്ട് കാലത്ത്, പണ്ട് വന്നാൽ പിന്നെ എന്ത് വേണ്ട? കാലത്ത് എന്ന് വേണ്ട, പണ്ട് കാലം എന്ന് വേണ്ട. പണ്ട് വന്നാൽ പിന്നെ കാലം വേണ്ട. പണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പഴയ കാലം എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? പണ്ട് കാലത്ത് അങ്ങനെ വേണ്ട. പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു നാട്ടിൻപുറങ്ങൾ. പണ്ട് കാലത്ത് നന്മകൾ നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു.
നാട്ടിൻപുറങ്ങൾ പഴയകാല അത് തന്നെയല്ലേ ആവർത്തിച്ചിരിക്കുന്നത്. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പണ്ട് കാലത്ത്. അപ്പോൾ ഇതിൽ ശരിയായ ഇതും വരും. ഇത് സെയിം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പം PSC ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും പണ്ട് കാലത്ത് എന്ന് വേണ്ട, പഴയ കാലത്ത് നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു എന്നുള്ളതാണ്. അത് ഒരേ സാധനം ഇത് പണ്ട് കാലത്ത്. ഇതും സെയിം വരുന്നു അല്ലേ? ഓക്കെ. അല്ല, വീണ്ടും ആവർത്തിച്ചു. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. അതെ, സെയിം. അപ്പോൾ അങ്ങനെ ഒരേ ആൻസർ വന്ന് ആവർത്തിക്കും. എന്തായാലും നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെ. സമർത്ഥം. സമൃദ്ധമാണ്, സമർത്ഥമല്ല. ഓക്കെ. ശരി. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ. ഓക്കെ, സമൃദ്ധം. ഇവിടെ സമർത്ഥമല്ലേ? യെസ്. അപ്പോൾ ഇത് തെറ്റ്. എയും ബിയും സിയും ഡിയും തെറ്റ്. A ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? താഴെ തന്നിരിക്കുന്നതിൽ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കൃതി. ദുരവസ്ഥ ആശാൻ, കർണഭൂഷണവും പിങ്കളയും ഉള്ളൂര്, വള്ളത്തോളിൻ്റെ കൊച്ചുസീത. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതോ CV രാമൻപിള്ള. ONV കുറുപ്പിന് അക്ഷരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1975. കിക്ക് ദ ബക്കറ്റ്, മരിക്കുക. ബക്കറ്റിൻ്റെ പുറത്ത് കയറി ആത്മഹത്യ ചെയ്തു, അപ്പം മരിച്ചുപോയി എന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് ബക്കറ്റ് അങ്ങ് തട്ടിയിട്ടു ഓർക്കുക. കിക്ക് ദ ബക്കറ്റ്, ആത്മഹത്യയല്ല, മരണം എന്നുള്ള അർത്ഥമാണ്. കിക്ക് ദ ബക്കറ്റ്, മരിക്കുക. വളരെ പഴയത്, ശരിയായ ഒറ്റപ്പദം ഏതാണ് എന്നുള്ളതാണ്? പ്രാക്തനമാണ്. ഇതിഹാസത്തെ സംബന്ധിച്ചതാണ് ഐതിഹാസികം, പുരാണത്തെ സംബന്ധിച്ചതാണ് പൗരാണികം, ഋഷിയെ സംബന്ധിക്കുന്നതാണ് ആർഷം. അപ്പോൾ പ്രാക്തനം എന്ന പദത്തിൻ്റെ അർത്ഥം വളരെ പഴയത്. ഈ ഒരു 50 ചോദ്യങ്ങളും കേരള PSCയുടെ LD CPO ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള സ്ട്രോങ് വൊക്കാബുലറി ബേസ്ഡ് ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പരീക്ഷയ്ക്ക് ഉപകരിക്കും. മറ്റൊരു സെറ്റ് ഓഫ് സീരീസ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ബൈ.